സോ കേരള മെഡിക്കൽ അലൈഡ് കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഉണ്ട് മക്കളെ. നിങ്ങൾക്ക് ഇപ്പോൾ സിദ്ധ, ആയുർവേദ, യുനാനി തുടങ്ങിയ കോഴ്സുകളിലേക്ക് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. യെസ്, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഹോമിയോപ്പതി ആണെങ്കിൽ ഓപ്പൺ കാറ്റഗറി 13,084 റാങ്ക് വരെയാണ് കിട്ടിയിരിക്കുന്നത്. ഈഴവ 14,000, മുസ്ലിം 14,000, LA 20,000, DV 25,000, VK 14,000, BH 16,000, KN 26,000, SC 24,000, ST 38,000, EW 21,000. ഇങ്ങനെയാണ് ഹോമിയോപ്പതിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. യുനാനി ആണെങ്കിൽ 39,000, 42,000, 43,000, 44,000 റാങ്കിന് വരെ ആദ്യ അലോട്ട്മെന്റിൽ കിട്ടിക്കഴിഞ്ഞു. യെസ്, അതേപോലെ സിദ്ധ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ 43,000 റാങ്കിന് വരെ ആദ്യ അലോട്ട്മെന്റിൽ കിട്ടിക്കഴിഞ്ഞതിൽ 38,000 റാങ്ക് ഓപ്പൺ കാറ്റഗറിക്കും സിദ്ധ കിട്ടി. ആൻഡ് ആയുർവേദം നോക്കുകയാണെങ്കിൽ 10,000 റേഞ്ചിലാണ് ഓപ്പൺ കാറ്റഗറിക്ക് നിലവിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഈഴവ ആണെങ്കിലും മുസ്ലിം കാറ്റഗറി ആണെങ്കിലും 11,000 റേഞ്ചിലും, LAയും DVയും 15,000 റേഞ്ചിലും, VK 11,000 റേഞ്ചിലും, ബാക്ക്വേർഡ് ഹിന്ദുവും ക്രിസ്ത്യനും 12,000-നും 13,000-നും, KN 29,000-നും, KU 28,000-നും, SC 21,000-നും, ST 31,000-നും, EW 18,000-നുമാണ് നിലവിൽ ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇനി സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് കടക്കുകയാണ്. അപ്പൊ MBBSനും BDSനും ചെയ്തതുപോലെ തന്നെ ഓപ്ഷൻ കൺഫർമേഷൻ ആണ് നിങ്ങൾ നടത്തേണ്ടത്. അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ സിയുടെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത്. ആയുർവേദ, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, വെറ്റിനറി, കോർപ്പറേഷൻ ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച്, എൻവയോൺമെന്റൽ സയൻസ്, ബിടെക്, ബയോടെക്നോളജി തുടങ്ങിയ എല്ലാ കോഴ്സുകളിലേക്കുമുള്ള രണ്ടാം ഘട്ട അലോട്ട്മെന്റ് അങ്ങനെ ആരംഭിക്കുകയാണ്. നിങ്ങൾ കൺഫേം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്കറിയാം MBBSും BDSും നിങ്ങൾ ചെയ്തതാണ്. യെസ്, അതിനുള്ള ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10 എന്ന് പറയുന്നത് അടുത്ത മന്ത് ആണ്, നെക്സ്റ്റ് മന്ത് ഒക്ടോബർ 5-ാം തീയതി വരെ രാത്രി 11:59 മണി വരെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ നടത്താനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? അടുത്ത മാസമാണ്, ഒക്ടോബർ 5 വരെ നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താം. ഒക്ടോബർ 5 11:59 വരെയാണ് നിങ്ങൾക്കിത് നടത്താനായിട്ട് സാധിക്കുക. അപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാം, റീഅറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിലീഷനും അതേപോലെ റീഅറേഞ്ച്മെന്റ് നിങ്ങൾക്ക് വേണ്ടത് ഇപ്പൊ 5-ാമത്തെ ഓപ്ഷൻ എടുത്ത് 1 ആക്കാം, 1 എടുത്ത് 5 ആക്കാം. അങ്ങനത്തെ റീഅറേഞ്ച്മെന്റും പോസിബിൾ ആണ്. ആവശ്യമില്ലാത്ത കോഴ്സുകൾ ഒഴിവാക്കാൻ പറ്റിയ ഏറ്റവും വലിയ അവസരമാണിത്. കാരണം നിങ്ങൾക്കറിയാലോ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിലിപ്പോൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങളെ കൺസിഡർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് കൺഫേം കൊടുക്കുന്നതിന് മുൻപ് ആവശ്യമായ റീഅറേഞ്ച്മെന്റും കാര്യങ്ങളും ഒക്കെ കൺഫേം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കൊടുക്കുക. യെസ്, അതേപോലെ ഇനി പറയാനുള്ളത് എന്താണ്, ഹയർ ഓപ്ഷൻസ് കൊടുക്കുന്ന, ഹയർ ഓപ്ഷൻസ് റദ്ദാക്കുന്ന, ക്യാൻസൽ ചെയ്യുന്ന അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾ പോയി ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യുക. ജോയിൻ ചെയ്തില്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യത്തില്ല. അതേപോലെ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാത്തവരെയും സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് കൺസിഡർ ചെയ്യത്തില്ല. മസ്റ്റ് ആയിട്ടും ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കുക. ഇപ്പൊ ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ BUMS, യുനാനിക്ക് ജോയിൻ ചെയ്ത ആൾക്കാർ കാണും, അല്ലെങ്കിൽ സിദ്ധയ്ക്കോ ആയുർവേദിക്കോ ഒക്കെ ജോയിൻ ചെയ്ത ആൾക്കാർ കാണും. ആ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, ഹയർ ഓപ്ഷൻസിലേക്ക് പോകണമെങ്കിൽ നിങ്ങളും മസ്റ്റ് ആയിട്ടും ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കണം. നിലവിൽ നിങ്ങൾ ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും, സിദ്ധയ്ക്കോ യുനാനിക്കോ ആയുർവേദത്തിനോ ഒക്കെ. അത് ചിലപ്പോൾ സെൽഫ് ഫിനാൻസിങ് ആകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സോ കോളേജുകളോ ആകും. അതിൽ ഹയർ ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായും നിലവിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളും ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കണം. അടുത്ത അലോട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ഹയർ ഓപ്ഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരോട് മാത്രമാണ് പറയുന്നത്. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്ത എല്ലാ കുട്ടികളുടെയും ആയുർവേദയുടെയും ഹോമിയോയുടെയും സിദ്ധയുടെയും ബാക്കി മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ എല്ലാ ഹയർ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആകുന്നതാണ്. അവരെ ഫെർദർ അലോട്ട്മെന്റിലേക്ക് കൺസിഡർ ചെയ്യില്ല. അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുക. സ്കെഡ്യൂൾ ജസ്റ്റ് ഒന്ന് പറയാം. 26 തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ എല്ലാ റീഅറേഞ്ച്മെന്റും ഒക്കെ സാധ്യമാണ്. യെസ്, 5-ാം തീയതി 11:59 PM വരെ, 5 ഒക്ടോബർ 5 PM വരെ നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താനും ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള ഇതുണ്ട്. നമുക്ക് 6-ാം തീയതി ടെമ്പററി ആയിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ്, പ്രൊവിഷണൽ അലോട്ട്മെന്റ് വരും. 7-ാം തീയതിയോടുകൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഫൈനൽ അലോട്ട്മെന്റ്, അതായത് കൺഫേം ആയിട്ടുള്ള രണ്ടാം
ബന്ധപ്പെട്ട അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. അതായത് ഈ ഒരു പ്രൊവിഷണൽ വരുമ്പോൾ തന്നെ അറിയാം നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയാം. പക്ഷെ ജോയിൻ ചെയ്യണമെങ്കിൽ 7-ാം തീയതി ആവണം. യെസ്, 8-ാം തീയതിയോടുകൂടി നിങ്ങൾക്ക് കോളേജിൽ പ്രവേശനം നേടാം. 8 തൊട്ട് 10 വരെയാണ് നിലവിൽ തന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന സ്കെഡ്യൂൾ. എല്ലാവരും ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.